ഹായ് ഓൾ. ഇന്ന് മോംസ് ഓഫ് കൊച്ചിയുടെ കോർ കമ്മിറ്റിയുടെ ഫസ്റ്റ് മീറ്റപ്പാണ്. അപ്പം ഇന്നൊന്ന് കുറേ നാൾക്ക് ശേഷം ഒരുങ്ങിക്കെട്ടി സുന്ദരിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം, റെഡി ആവാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇന്ന് വിചാരിക്കുന്നത്. ലെറ്റ് സീ ഹൗ ഇറ്റ് ഈസ് ഗോയിങ്. അപ്പം ഒന്ന് റെഡിയായിട്ട് വരാം, അതിനുശേഷം കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇതൊരു മറ്റേ സെലിബ്രിറ്റീസ് ചെയ്യുന്ന പോലത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്യാമറ മുമ്പ് മാറിയ ബാക്കിലുള്ള മെസ്സ് മുഴുവൻ എല്ലാവരും കാണും. മൈ ഐഡിയ ഓഫ് സ്റ്റാർട്ടിങ് കണ്ടൻറ്റ് റൈറ്റ് നൗ ഇസ് ബിക്കോസ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എല്ലാം കൂടെ ചെയ്യുന്നത്, അതല്ലെങ്കിൽ എങ്ങനെ സമയം കിട്ടുന്നു, കുട്ടികൾ ഇതെല്ലാം കൂടെ ചെയ്യുന്നത് എങ്ങനെയാണ്. സോ ഐ തോട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ക്രിയേറ്റ് ചെയ്തൊരു പെർഫെക്റ്റ് ഇമേജ് ഉണ്ടല്ലോ, ഞാനൊരു ഇങ്ങനെയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ലൈഫ് ഇങ്ങനെയാണ് സ്മൂത്ത് ആൻഡ് ഇതാണ്, ആ ഒരു സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് വി മിസ് ഔട്ട് ഓൺ. സോ അങ്ങനെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് മേക്കിംഗ് എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ ചെറിയ രീതിയിൽ അപ്ഡേറ്റ്സ് ഇടാമെന്ന് വിചാരിച്ചത്. ലെറ്റ് സീ ഹൗ ഇറ്റ് ഇസ് ഗോയിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് വി ക്യാൻ ഡു ഫ്യൂ കറക്ഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പം മോംസ് ഓഫ് കൊച്ചി തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കോറിനും ഗവർണിംഗ് ബോഡിക്കും ഇടയ്ക്കിടയ്ക്ക് മീറ്റപ്പ് വയ്ക്കാറുണ്ട്. അപ്പോൾ മീറ്റപ്പ് വയ്ക്കുമ്പോൾ ആരൊക്കെയാണ് അവൈലബിൾ ആകാൻ പറ്റുന്നത് അവരൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ഫ്രണ്ട്ലി മീറ്റപ്പ് പോലെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഫ്രണ്ട്സ് വേറെ, നമ്മുടെ വർക്ക് വേറെ, ഇപ്പോൾ MOK തന്നെ അതിൻ്റെ ഒരു കോഴ്സ് വേറെ. അപ്പോൾ ആ ഒരു കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വി ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് അറ്റ്മോസ്റ്റ് പ്രൊഫഷണൽ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലൊക്കെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്ക് സൺസ്ക്രീൻ കാണുന്നുണ്ട്, തപ്പാൻ പോയതാണ്. അപ്പം അത് എത്രമാത്രം നമ്മൾ ഈ ഒരു എന്താ പറയുക ഒഫീഷ്യൽ സംഭവം വർക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് വെരി ഷുവർ. പക്ഷേ വി വിൽ സീ ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്. നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ പ്ലാനിങ് ആയിരിക്കും. ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ മിനിറ്റ്സായിട്ട് ഗവർണിംഗ് ബോഡിയിൽ ഇടാറുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത് നമ്മൾ മോംസ്പോ 4 കഴിഞ്ഞ് മോംസ്പോ 5 പ്ലാൻ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ഐഡിയ ഓഫ് മോംസ്പോ 5 എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മൾ ഇന്നത്തെ മീറ്റിംഗും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വി വിൽ ജസ്റ്റ് ഗിവ് യു എൻ ഐഡിയ. മേ ബി ഇതിപ്പോൾ ഓഗസ്റ്റ് ആയില്ലേ, സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തും. അതിന് മുന്നേ വി ആർ ജസ്റ്റ് ഗിവിങ് എ ഹെഡ്സപ്പ്, ഇറ്റ്സ് കമ്മിങ് സൂൺ എന്നുള്ളൊരു സംഭവം. പിന്നെ മാരത്തൺ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല, മാരത്തൻ്റെ പ്ലാനിങ് നടക്കുന്നുണ്ട്. അപ്പം അത് ചെയ്യണം. പിന്നെ കുറച്ച് ഇവൻറ്റ്സ്, മോം ഓൺട്രപ്രണേഴ്സിൻ്റെ മീറ്റപ്പ് നടത്തണം. മോം പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺട്രപ്രണേഴ്സ് മീറ്റപ്പ് നടത്താറുണ്ട്. അപ്പം അത് നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കണം. കുറേ നാൾ കൂടി റെഡി ആവുന്നതുകൊണ്ട് എന്തൊക്കെ അവിടെ മനസ്സിലാവുന്ന പോലില്ല. എസ്പെഷ്യലി വെൻ വി ഹാവ് ഗേൾസ്, പെൺകുട്ടികളുള്ളപ്പോൾ നമ്മുടെ പകുതി സാധനങ്ങളും കാണാനുണ്ടാവില്ല. ഇപ്പം പറഞ്ഞു വന്നത് മോംസ്പോ 4 അല്ലല്ലോ, ഓൺട്രപ്രണേഴ്സ് മീറ്റപ്പ്. അപ്പോൾ മോം പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഓൺട്രപ്രണേഴ്സ് മീറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണം. അത് നമുക്ക് കുറച്ച് നേരത്തേക്കാളും കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് ബൂട്ട് ക്യാമ്പും വർക്ക്ഷോപ്സും ഒക്കെ വെച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്താണ് എന്ന് ഡൗട്ട് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഐബ്രോസ് ഞാൻ സാധനം ചെയ്യാറില്ല. പക്ഷേ ഈ അടുത്ത് പ്രായമായി വരുന്നതിൻ്റെ ആണോ എന്നറിയില്ല, മുഴുവൻ കൊഴിഞ്ഞ് തീർന്നു. അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് പോയി, അത് ഒടിഞ്ഞ് തീരുമാനമായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇവിടെ കണ്ട്, ഇവിടെ എനിക്കൊരു ഗ്യാപ്പുണ്ട്. അത് ജനിച്ചപ്പോഴേ ഉള്ളതാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. അത് കൂടാതെ ഏജ് ഡിഫക്റ്റായിട്ട് ഇവിടേക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ തോന്നിയാൽ അതൊക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം പറഞ്ഞു വന്നത് മോം പ്രിവ്യൂ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് ചെയ്യണം. പിന്നെ 1-2 കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ആലോചനയിൽ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ഐ വിൽ ജസ്റ്റ് ഗിവ് ആൻ ഐഡിയ. മോംസ് ഓഫ് കൊച്ചിയുടെ പേജിലല്ല ഇടാത്തത്, നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമേ മോംസ് ഓഫ് കൊച്ചിയുടെ പേജിൽ ഇടാറുള്ളൂ. പക്ഷേ എൻ്റെ പേജിൽ ഞാൻ കഴിവതും നമ്മുടെ പ്ലാനിങ്ങും ഇതെല്ലാം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ പീപ്പിൾ ആർ ഓൺ 1 പേജ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഇയർ റിങ്സ് ഒരു വീക്ക്നെസ്സാണ്, അറിയാവുന്നവർക്കറിയാം.
ചെറിയ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇടുന്ന ഇയറിങ്സ് എൻ്റെ ഉള്ള കല്യാണത്തിനാണ് പോകേണ്ടതെന്ന് തോന്നുന്ന രീതിയിൽ വലിയ ഇയറിങ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകാറ്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, പണ്ട് തൊട്ടേ ഇയറിങ്സ് എനിക്കൊരു ഹരമാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇയറിങ് തപ്പിയെടുക്കട്ടെ. അപ്പം ഓൺട്രപ്രണേഴ്സ് മീറ്റപ്പ്, ഞാനിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ടോപ്പിക്ക് ഡീവിയേറ്റ് ആയി പോകുന്നു എന്നൊരു പരാതി എന്നെപ്പറ്റി പൊതുവേ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ADHD ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ADHD ഉണ്ട് എന്ന് പറയുന്ന കാരണം വെച്ചിട്ട് ഞാൻ ഈ ടോപ്പിക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടോണ്ടിരിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്കല്ലേ വേറെ ഓപ്ഷനില്ല, ഓഫ് ചെയ്തിട്ട് പോകാം. പക്ഷെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇരുന്ന് കേൾക്കാം, അതാണ് ഓപ്ഷൻ. പിന്നത്തെ കാര്യം, ഇന്ന് ഇൻഡക്ഷൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് ടാക്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാവരുടെയും കോറിലുണ്ടായിരുന്ന എല്ലാവരുടെയും ടാക്സ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയ ടാക്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബാക്കിയുള്ളത് ഇനിയിപ്പം ആസ് ആൻഡ് വെൻ വി ഗെറ്റ് ടൈം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. നല്ല ഇയറിങ്സ് അല്ലേ, ദുപ്പട്ട ഇന്ന് ചേരുന്നില്ല. ആസ് ആൻഡ് വെൻ വി ഗെറ്റ് ടൈം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ആലോചിച്ചിട്ട് പറയാം. പിന്നത്തെ ഒരു കാര്യമുള്ളത് ഓണം സെലിബ്രേഷൻ. മോംസപ്പൂച്ചിയുടെ ഓണം സെലിബ്രേഷൻ, ഈ കമ്മൽ അതിൻ്റെ കൂടെ പോകുന്നു. ഓണം സെലിബ്രേഷനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഓണം സെലിബ്രേഷൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് സെലിബ്രേഷൻ മാത്രമല്ല, നമ്മൾ ക്രിസ്മസിൻ്റെ ഓർമ്മയുണ്ട്, ക്രിസ്മസ് വിത്ത് ചോയൽ എല്ലാം ഉണ്ടായിരുന്നവർക്കറിയാം. അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അതിലൂടെ കിട്ടുന്ന പ്രൊസീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ആർക്കെങ്കിലും, ഇത്തവണ നമ്മൾ സദ്യ ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല സ്കൂളുകൾക്കൊന്നും. സദ്യക്ക് പകരം വേറെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ആലോചിക്കണം. ഞാനൊരു ഹെയർ കോമ്പ് തപ്പാൻ പോയതാണ്, അത് കട്ട് ബോധിച്ചിരിക്കുന്നു പുത്രി. അപ്പോൾ അത് താഴെ എവിടെയെങ്കിലും പോയിട്ട് വേണം ഒന്ന് കോമ്പ് ചെയ്തിടാനായിട്ട്. പലരും ചോദിക്കാറുണ്ട് ഈ നര എന്താ വെളുപ്പിക്കാത്തതെന്ന്. അപ്പോൾ ഇന്ന് അതിനോടൊരു എക്സ്പ്ലനേഷൻ പറയും. നര ഞാൻ വെളുപ്പിക്കാറില്ല. ഐ കളർ മൈ ഹെയർ ബിക്കോസ് ഐ ലൈക്ക് കളർ ഓൺ മൈ ഹെയർ. പക്ഷേ ഞാൻ എൻ്റെ നര വെളുപ്പിക്കാറില്ല. നരയ്ക്ക് ചുറ്റുമാണ് കളർ ചെയ്യുക. അത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് 27 വയസ്സ് വന്ന നരയാണ്. അതെൻ്റെ മറ്റേ സ്വാതന്ത്ര്യ സമരം സേനാനികളൊക്കെ പറയില്ലേ, ഞങ്ങളുടെ മറ്റേ അവിടെ നിന്ന് അടികിട്ടിയ പാടുന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ എന്താ പറയുക, പ്രസവിച്ച് കൂട്ടിയതിൻ്റെ സൗകര്യമായിട്ട് കൂട്ടുന്നു. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നരയാണ്. അത് 4 പേര് കാണട്ടെ. അപ്പോൾ ചോദിക്കുമല്ലോ ഇതെന്താ നര. അപ്പോൾ ഞാൻ പറയും 27 വയസ്സിൽ തുടങ്ങിയതാണ്. എൻ്റെ ലാവൻഡർ എസൻഷ്യൽ ഓയിൽ കാലും പോയി. സാരില്ല, റൂമൊക്കെ നല്ല സ്മെല്ലുണ്ട് ഇപ്പോൾ ലാവൻഡറിൻ്റെ. അപ്പോൾ പറഞ്ഞു വന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നരയാണ്, അത് കളയില്ല എന്ന് പറഞ്ഞ് നല്ല ഡയലോഗും കൂടെ പറയാമെന്നുള്ളത് കൊണ്ട് നര കളർ ചെയ്തിട്ടില്ല. കൂടുതൽ മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഐബ്രോസ് ഒന്ന് സെറ്റാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ കാണാം. അവിടുത്തെ കുറച്ച് സ്നിപ്പറ്റ്സും കൂടെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം. അതിന് ശേഷം വിൽ ഗിവ് എൻ ഐഡിയ, അപ്ഡേറ്റ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ഓൾ ദാറ്റ്.